അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമളാൻ മാസം നമുക്കൊക്കെ അറിയുന്നത് പോലെ റഹ്മത്തിന്റെ മാസമാണ്. ഷഹ്റുർ റഹ്മത്തി വർ-റിദ്വാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ദഖല ഷഹ്റു റമളാന ഫുത്തിഹത് അബ്വാബുർ റഹ്മ. റമളാൻ മാസം ആഗതമായാൽ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. റമളാൻ റഹ്മത്തിന്റെ മാസമാണെന്ന് പറയുമ്പോഴും ആദ്യത്തെ 10 റഹ്മത്തിനെ ചോദിക്കാനുള്ളതാണെന്ന് പറയുമ്പോഴും എന്താണ് റഹ്മത്തിന് ഇത്രമാത്രം പ്രാധാന്യം നൽകാൻ കാരണം? പ്രിയമുള്ളവരെ, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മുടെ ആരോഗ്യം, കുടുംബം, സമ്പാദ്യം എന്ന് വേണ്ട നമ്മൾ ആസ്വദിക്കുന്ന സാകല്യവും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്. ദുനിയാവിൽ അവൻ നൽകിയ റഹ്മത്തുകളൊക്കെ നിലനിന്ന് കിട്ടണം, പോരാ, വളരെ പ്രധാനപ്പെട്ടത് ആഖിറത്തിലേക്ക് അവൻ ബാക്കി വെച്ച റഹ്മത്തുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന ലില്ലാഹി മിഅത റഹ്മ അൻസല മിൻഹാ റഹ്മതൻ വാഹിദ. അല്ലാഹുവിന് 100 റഹ്മത്തുകളുണ്ട്, അതിൽ നിന്ന് ഒന്ന് മാത്രമേ ഈ ഭൂമി ലോകത്തേക്ക് അവൻ ഇറക്കിയിട്ടുള്ളൂ. ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിം. മനുഷ്യനും ജിന്നിനും മൃഗങ്ങൾക്കും ഒക്കെ കൂടി അല്ലാഹു ഇറക്കിയത് 100ൽ നിന്ന് ഒരു റഹ്മത്താണ്. ഫബിഹാ യതആതഫൂന വബിഹാ യതറാഹമൂൻ. പരസ്പരം സ്നേഹിക്കുന്നതും പരസ്പരം കരുണ കാണിക്കുന്നതൊക്കെ ഈ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ്. 99 റഹ്മത്തും അല്ലാഹു ഖിയാമത്ത് നാളിലേക്ക് വെച്ചിരിക്കുന്നു അവന്റെ അടിമകൾക്ക് കരുണ ചെയ്യാൻ വേണ്ടി. അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ നമുക്ക് വിജയിക്കാൻ കഴിയൂല. പരിശുദ്ധ റമളാനിലൊക്കെ നമ്മൾ പരമാവധി അമലുകളൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. കാരണം നമുക്ക് സ്വർഗ്ഗപ്രവേശത്തിനുള്ള വലിയൊരു അവസരമാണ് റമളാൻ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് കേൾക്കണം. ലൻ യുദ്ഖിലൽ ജന്നത അഹദും മിൻകും ബിഅമലി. നിങ്ങളിൽ നിന്ന് ഒരാളും അമല് കൊണ്ട് സ്വർഗത്തിൽ പോകൂല. സ്വഹാബാക്കൾ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങും പോകൂലേ? ഖാല, നബി തങ്ങൾ പറഞ്ഞു, വലാ അന, ഇല്ല ഞാനും പോകൂല, ഇല്ല അൻ യതഅമ്മദനി അല്ലാഹു ബിറഹ്മതി. അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ പൊതിഞ്ഞാലല്ലാതെ ഒരാൾക്കും സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂല. നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, ഹജ്ജ്, ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അവന്റെ റഹ്മത്തില്ലാതെ, അവന്റെ കാരുണ്യമില്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂല എന്ന് വിചാരിച്ച് അമലൊന്നും സ്വർഗപ്രവേശത്തിന് കാരണമാകൂല. അവന്റെ റഹ്മത്ത് മതി, അതുകൊണ്ട് അമലൊന്നും വേണ്ടെന്നാരും വിചാരിക്കണ്ട. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ അമലു സബബൻ ലിർറഹ്മതി. റഹ്മത്തിനുള്ള സബബാണ് അമലുകൾ. അതുകൊണ്ട് അമലുണ്ടായാലേ റഹ്മത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോ അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് അനിവാര്യമാണ്. ഇനി ആ അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടാൻ എന്ത് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുൻ നാസ. ജനങ്ങളോട് റഹ്മത്ത് ചെയ്യാത്ത ആൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യൂല. ജനങ്ങളോട് കാരുണ്യവും സ്നേഹവും അലിവുമില്ലാത്തവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യൂല. മനുഷ്യരോട് കാരുണ്യമുണ്ടായാലേ അല്ലാഹു റഹ്മത്ത് ചെയ്യൂ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ റഹ്മത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുമ്പോ, നമ്മൾ ആരാധനയിലൊക്കെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുൻ നാസ്. ജനങ്ങൾക്ക് കരുണ ചെയ്യാത്തവന് അല്ലാഹു കരുണ ചെയ്യൂല. നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർ, നമ്മളെപ്പോലുള്ള പച്ച മനുഷ്യന്മാർ രോഗപീഠയനുഭവിച്ച് കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നാം അറിയുന്നു. നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ അവര് സമ്പാദ്യങ്ങളില്ലാതെ തെരുവുകളിൽ കിടന്നുറങ്ങുന്നതിന്റെ ചിത്രം നാം കാണുന്നു. നമ്മെപ്പോലുള്ളവർ വളരെ പ്രയാസപ്പെടുന്ന കഥകൾ നാം അറിയുന്നു. അതൊക്കെ അറിയുമ്പോഴും അവർക്ക് അവരെ കാര്യം, നമുക്ക് നമ്മുടെ കാര്യമെന്ന് ചിന്തിച്ച് ഉൾവലിയുകയാണെങ്കിൽ, അവരോടുള്ള ഒരു ആർദ്രത നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നില്ലെങ്കിൽ, അവരെ സഹായിക്കാനുള്ള ഒരു സന്മനസ് നമ്മിൽ ഉദയം കൊള്ളുന്നില്ലെങ്കിൽ, ആ റഹ്മത്ത്, സൃഷ്ടികളിലുള്ള റഹ്മത്ത് നമ്മിലേക്കില്ലെങ്കിൽ, ലാ യർഹമുല്ലാഹ്, അല്ലാഹു റഹ്മത്ത് ചെയ്യൂല. അല്ലാഹു റഹ്മത്ത് ചെയ്താലേ സ്വർഗം കിട്ടൂ. അല്ലാഹുവിന്റെ റഹ്മത്ത് വേണമെങ്കിലാണ് പറഞ്ഞത് സൃഷ്ടികളോട് റഹ്മത്ത് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ ഇരുന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുന്നത് കണ്ടപ്പോ ഒരു സ്വഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, ഇന്നലി 10 മിനൽ വലദ്. എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദ. ഞാൻ ഒരാളെ ഇതുവരെ ചുംബിച്ചില്ല. ഫനളറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ആ സ്വഹാബിയിലേക്ക് നോക്കി, സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, മല്ലാ യർഹമു ലാ യുർഹമു. റഹ്മത്ത് ചെയ്താലേ റഹ്മത്ത് ചെയ്യപ്പെടൂ. നിങ്ങൾ കരുണ കാണിച്ചാലേ കരുണ കാണിക്കപ്പെടൂ. അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കണോ? മറ്റുള്ളവരോട് നിങ്ങൾക്കൊരു സ്നേഹം വേണം, കരുണ വേണം. അതുകൊണ്ട് ഈ റമളാൻ മാസം കരുണയുടെ മാസമാണ്. അല്ലാഹു നമ്മോട് കരുണ ചെയ്യണമെങ്കിൽ നാം മറ്റുള്ളവരോട് കരുണ ചെയ്യണം. പരസ്പര സഹായത്തിന്റെയും കാരുണ്യത്തിന്റെയും മാസമായി ഈ മാസം അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുമ്പോൾ നമ്മളും അതിൽ ഭാഗവാക്കായി ആ കാരുണ്യത്തിൽ കണ്ണിച്ചേർന്നാൽ ഇൻഷാ അല്ലാഹ് ആഖിറത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ കരുണയും ഉണ്ടാകും. അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹീതരാകുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.